അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. p+1 ഒരു ടേമാണ്, 3d തന്നിട്ടുണ്ട്, 4p+2 തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ്. നമുക്ക് കണ്ടത് p എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ ആണ് അല്ലെ, പിയുടെ വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾ ഇത് പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കറക്റ്റ് ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അരിതമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്നുള്ളത് അല്ലേ. പിന്നെ പിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു ടേംസ് ഡിഫറൻസ് ചെയ്താലും, അപ്പം നമ്മൾ ആ ഒരു സീക്വൻസിൽ ഏതൊരു രണ്ട് നമ്പേഴ്സ്, ഇപ്പം അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനോ അല്ല ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുള്ളൂ? കോമൺ ഡിഫറൻസ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു അരിതമെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പോവുകയാണ്. ആകെ 3 ടേംസ് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ടേം ആണ് പറയാൻ പറ്റുമോ? p+1 ഇല്ലല്ലോ, ഇല്ല. 3p രണ്ടാമത്തെ ടേം ആണോ? അതും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതിലേക്ക് പോവുക? നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? p+1 3p കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും എന്നല്ലേ പറഞ്ഞേ. മൈനസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 3pയും അത് രണ്ടാമത്തെ ടേം 3p ആയിട്ട് എടുത്തു. രണ്ടാമത്തെ ടേം എന്നല്ല, ഈ രണ്ടെണ്ണത്തിൽ രണ്ടാമത്തെ ടേം 3p ആണ്. പിന്നെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് p+1 ആണ്. അങ്ങനെ അല്ലേ. അപ്പോൾ 3pന്ന് എന്ത് ചെയ്തു? p+1 മൈനസ് ചെയ്തു, ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 3p മൈനസ് p മൈനസ് 1. ആൻസർ 2p മൈനസ് 1 കിട്ടിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതേപോലെ രണ്ട് ടേംസ് വേറെയുണ്ട്. ആ രണ്ട് ടേംസിനെയും ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് എന്തുതന്നെയാണ്? സെയിം ആണ്. അതിൻ്റെ ഡിഫറൻസ് ചെയ്താലും കോമൺ ഡിഫറൻസ് കിട്ടും. അതും ഈ ഇപ്പം ചെയ്ത കോമൺ ഡിഫറൻസിനോട് സെയിം ആയിരിക്കും. അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ രണ്ട് ടേംസിനെ മൈനസ് ചെയ്യാൻ പോവുകയാണ്. ആ രണ്ട് ടേംസ് ഏതാണ്? ഓക്കെ, ഏതാണ്? 4p+2ഉം 3p നിന്നും മൈനസ് ചെയ്യുന്നു. ഈ രണ്ട് ടേംസാണ് ഞാൻ എടുത്തത്. അത് മൈനസ് ചെയ്യാം അല്ലേ. തൊട്ട് മുമ്പുള്ള ആ ഒരു ടേം തൊട്ട് മുമ്പുള്ള ടേമിനെ മൈനസ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? ഇത് മൈനസ് ചെയ്താൽ 4p 3p നിന്ന് മൈനസ് ചെയ്താൽ 1p എന്ന് വരും, +2. അപ്പോൾ ആൻസർ രണ്ടിലും ഡി കിട്ടിക്കഴിഞ്ഞു. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. കോമൺ ഡിഫറൻസ് സെയിം ആണ്. അരിതമെറ്റിക് പ്രോഗ്രഷൻ ആയതുകൊണ്ട് തന്നെ കോമൺ ഡിഫറൻസ് എടുത്താൽ സെയിം ആയിരിക്കും ഓരോന്നിനും. അപ്പോൾ രണ്ടെണ്ണം സെയിം ആണ്, ഈക്വൽ ആണ് എന്ന് എഴുതാം. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും. ആദ്യത്തെ ഇക്വേഷന് 2p - 1 ഈക്വൽ ടു, രണ്ടാമത്തെ ഇക്വേഷനിൽ p+2 ഈക്വൽ ആണ്, സെയിം ആണ് വരാം. ഇതിൽ 2p - 1 ഈക്വൽ ടു p+2, p സെയിം കോമൺ എടുത്തു. അപ്പോൾ 2p - 1 ഈക്വൽ ടു 2+1. ആൻസർ 2p - 1 2p - p p ആണ്. 2p 1p മൈനസ് ചെയ്ത p ഈക്വൽ ടു 3 ആയിട്ട് കിട്ടും.